നമസ്തേ. സംസ്ഥാന സർക്കാരിന്റെ പ്രിയദർശിനി സൗജന്യ ബസ് യാത്രാ പദ്ധതിയെയും കേരളത്തിലെ സ്ത്രീകളുടെ യാത്രാ വിദ്യാഭ്യാസ ആരോഗ്യ സമീപനങ്ങളെയും വിമർശിച്ച് ഗതാഗത മന്ത്രി സി.പി. ജോൺ നടത്തിയ പരാമർശങ്ങൾ വിവാദമായിരിക്കുകയാണ്. പൈസയില്ലാത്ത KSRTC ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു. എന്നാൽ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ പഠിപ്പിക്കുകയും അസുഖം വന്നാൽ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുകയും ചെയ്യുന്നു എന്ന മന്ത്രിയുടെ പ്രസ്താവനയാണ് രാഷ്ട്രീയ സാമൂഹിക തലങ്ങളിൽ ചർച്ചയാകുന്നത്. നമുക്ക് ആദ്യം ഒരു വീഡിയോ കാണാം. കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ സയൻസ് ഒക്കെ പഠിക്കുകയും അതിനെക്കുറിച്ച് ആ ബിഹേവിയർ അഭിനയിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഒരു പാവപ്പെട്ടവനായിട്ട് പണക്കാരൻ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ പരമദരിദ്രനായിട്ട് അഭിനയിക്കുന്നു. അഭിനയം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു ബിഹേവിയർ എന്താന്ന് പറഞ്ഞാൽ, ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ? ഗവൺമെന്റ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ എവിടെ വിടുന്നത്? ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ? എന്നാൽ ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തന്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെന്റ് ആശുപത്രി അല്ലേ? ഈ മൂന്ന് കാര്യങ്ങൾ, പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, ഈ മൂന്ന് കാര്യങ്ങളിൽ ഞാൻ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് ഉള്ളതുകൊണ്ട് പറയാണ്, കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറുന്നു. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. അസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രി പോകാൻ പേടിയാണ്, കാരണം അവിടെ കൊടുക്കാൻ പൈസയില്ല. പ്രിയദർശിനിയിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു എന്ന വിവാദ പരാമർശവുമായി ഗതാഗത മന്ത്രി സി.പി. ജോൺ രംഗത്ത് വന്നതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടത്. പൈസ ഇല്ലാത്ത KSRTC ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുകയാണ്. പ്രിയദർശിനിയിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു എന്ന വിവാദ പരാമർശവുമായിട്ടാണ് സി.പി. ജോൺ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത്. പൈസയില്ലാത്ത KSRTC ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു, എന്നാൽ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കുന്നു. ഫീസ് ഇല്ലാത്ത സ്വകാര്യ സ്കൂളുകളിൽ പോലും മക്കളെ വിടില്ല. ബസ് വന്നാൽ പൈസ കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകില്ല, പകരം സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കും. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലാണ് മന്ത്രിയുടെ ഈ വിവാദ പ്രസ്താവന. പ്രിയദർശിനി വിജയിക്കാൻ കാരണം കേരളത്തിലെ വനിതകളുടെ ദാരിദ്ര്യമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി സി.പി. ജോൺ പറഞ്ഞു. സാമൂഹികാവസ്ഥ തിരിച്ചറിഞ്ഞ് പ്രിയദർശിനി പദ്ധതി മുന്നോട്ട് വെച്ചത് രാഹുൽ ഗാന്ധിയാണെന്നും പൊതുവേദിയിൽ വെളിപ്പെടുത്തി. സമൂഹത്തിലെ വനിതകളുടെ സാമ്പത്തികാവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പൊതുഗതാഗതത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കാൻ രാഹുൽ ഗാന്ധി ഇത് നിർദ്ദേശിച്ചത്. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നു. പാവപ്പെട്ടവൻ പണക്കാരനായി അഭിനയിക്കുന്നു, അല്ലെങ്കിൽ പരമദരിദ്രനായി അഭിനയിക്കുന്നു. എനിക്ക് മനസ്സിലാകാത്തത്, ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീകൾ സ്വകാര്യ സ്കൂളുകളിലേക്ക് കുട്ടികളെ വിടുകയാണ്. സർക്കാർ സ്കൂളുകളിൽ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു. എന്നാൽ ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റ് സ്കൂളിൽ പോലും കുട്ടികളെ വിടാതെ സ്വകാര്യ സ്കൂളുകളിൽ കുട്ടികളെ ചേർക്കാനാണ് സ്ത്രീകൾക്ക് ഇഷ്ടം. ഇതേ സ്ത്രീ തന്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് സർക്കാർ ആശുപത്രിയിൽ. മൂന്ന് കാര്യങ്ങൾ, പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, ഈ മൂന്ന് കാര്യങ്ങളിൽ കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ബസ്സിൽ തള്ളിക്കയറും. കുട്ടികളെ സ്വകാര്യ സ്കൂളിൽ ഫീസ് കൊടുത്ത് പഠിപ്പിക്കും. അസുഖം വന്നാൽ കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് സ്വകാര്യ സർക്കാർ ആശുപത്രിയിൽ പോകും. എങ്ങനെയാണ് സി.പി. ജോൺ പറഞ്ഞത്? പരാമർശത്തിന് പിന്നാലെ വേദിയിൽ കയ്യടി ഉയരുന്നതും കേൾക്കാം. MLA-മാരായിട്ടുള്ള രമേശ് പിഷാരടി, പി. മമ്മിക്കുട്ടി, പി സുമോദ്, സംസ്ഥാന സെക്രട്ടറി ഗോകുലദാസ്, ട്രേഡ് യൂണിയൻ നേതാക്കളായിട്ടുള്ള PK ശശി, K. അപ്പു, KC ജയപാലൻ, AC കൃഷ്ണൻ, രക്ഷാധികാരി ശ്രീകുമാർ, സംസ്ഥാന ട്രഷറർ KK സത്യൻ, പാലക്കാട് ജില്ലാ സെക്രട്ടറി KA ബഷീർ എന്നിവരാണ് ആ വേദിയിൽ ഉണ്ടായിരുന്നത്. പ്രിയദർശിനി മൂലവും അല്ലാതെയുമുള്ള കാരണങ്ങളാൽ പ്രയാസത്തിലായ സ്വകാര്യ ബസ് വ്യവസായ സംരക്ഷണ നടപടി ഉടൻ ഉണ്ടാവുമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി സി.പി. ജോൺ വ്യക്തമാക്കിയിട്ടുണ്ട്. KBTA സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കുക എന്നത് തന്നെയാണ് സർക്കാർ നയം. പ്രിയദർശിനി പദ്ധതിയിലൂടെ 2500ഓളം സ്വകാര്യ ബസ്സുകൾക്ക് പ്രയാസമുണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രതിസന്ധി താൽക്കാലികമാണ്. KSRTCയും സ്വകാര്യ ബസ്സുകളും ഏറ്റുമുട്ടാത്ത തരത്തിൽ പ്രശ്നപരിഹാരമുണ്ടാവും. ഗതാഗതത്തോടും ആരോഗ്യത്തോടും വിദ്യാഭ്യാസത്തോടും വനിതകളുടെ സമീപനം വ്യത്യസ്തമാണ്.
സംസ്ഥാനത്ത് ഇരുചക്ര വാഹന യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചതും സ്വകാര്യ ബസ് വ്യവസായത്തെ ബാധിച്ചിട്ടുണ്ട്. സ്പെയർ പാർട്സുകളുടെയും ഇന്ധനത്തിന്റെയും വില വലിയ രീതിയിൽ വർദ്ധിച്ചതും മൈലേജ് വർദ്ധിക്കാത്തതും പ്രതിസന്ധിക്ക് കാരണമാണ്. കൂടിയാലോചിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ സർക്കാർ ഏത് സമയത്തും സന്നദ്ധമാണെന്നും മന്ത്രി CP ജോൺ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് ജോൺസൺ പടമാടൻ ആ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന്റെയും യാത്രാ ചെലവ് കുറയ്ക്കുകയും പൊതുഗതാഗത ഉപയോഗം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ 2026 ജൂൺ 15-നാണ് പ്രിയദർശിനി സൗജന്യ ബസ് യാത്രാ പദ്ധതി സംസ്ഥാനത്ത് ആരംഭിച്ചത്. UDF സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതികളുടെ ഭാഗമായാണ് ഈ പദ്ധതി പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നടപ്പാക്കിയത്. മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരം തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ KSRTCയുടെ ഓർഡിനറി സർവീസുകളിലാണ് സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും സൗജന്യ യാത്ര അനുവദിച്ചത്. പ്രീമിയം സർവീസുകൾ, ഫാസ്റ്റ് പാസഞ്ചർ, സിറ്റി ഫാസ്റ്റ് പ്രത്യേക സർവീസുകൾ എന്നിവ പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. യാത്രക്കാരിൽ നിന്ന് പണം ഈടാക്കാതെ സീറോ ഫെയർ ടിക്കറ്റ് നൽകുകയും അതിന്റെ ചെലവ് സർക്കാർ KSRTCക്ക് തിരിച്ചു നൽകുകയും ചെയ്യുന്ന രീതിയിലാണ് പദ്ധതി നടപ്പാക്കിയത്. സ്ത്രീകളുടെ പ്രതിമാസ യാത്രാ ചെലവ് കുറയ്ക്കുക, തൊഴിൽ, വിദ്യാഭ്യാസം, ചികിത്സ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് യാത്ര കൂടുതൽ എളുപ്പമാക്കുക, പൊതുഗതാഗതത്തിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുക, സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം കുറച്ച് ഇന്ധനച്ചെലവ്, മലിനീകരണം നിയന്ത്രിക്കുക, സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തവും സാമൂഹിക സഞ്ചാര സ്വാതന്ത്ര്യവും വർദ്ധിപ്പിക്കുക, സർക്കാരിനുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത തുടങ്ങിയവയായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പദ്ധതി നടപ്പാക്കുന്നതിനായി പ്രതിവർഷം ഏകദേശം 800 കോടി സർക്കാർ ചെലവഴിക്കേണ്ടി വരുമെന്നാണ് ഔദ്യോഗിക കണക്ക്. പ്രതിമാസം ഏകദേശം 65 മുതൽ 70 കോടി വരെ KSRTCക്ക് സർക്കാർ തിരിച്ചു നൽകേണ്ടി വരുമെന്നാണ് കണക്കാക്കുന്നത്. ഇതിനായി പ്രത്യേക ധനകാര്യ സംവിധാനവും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ വിലയിരുത്തലിൽ പദ്ധതി നിരവധി സാമൂഹ്യ സാമ്പത്തിക നേട്ടങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദിവസേന ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കും ഗാർഹിക തൊഴിലാളികൾക്കുമൊക്കെ മത്സ്യത്തൊഴിലാളികൾക്കും ചികിത്സയ്ക്കായിട്ട് യാത്ര ചെയ്യുന്നവർക്കുമൊക്കെ യാത്രാ ചെലവിൽ വലിയ ലാഭം ലഭിക്കുന്നു. ഇതിലൂടെ കുടുംബങ്ങളുടെ പ്രതിമാസ ചെലവ് കുറയുകയും സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട്. പൊതുഗതാഗത ഉപയോഗം കൂടുന്നതിലൂടെ സ്വകാര്യ വാഹന ഉപയോഗം കുറയുകയും ഗതാഗത കുരുക്കും മലിനീകരണവും നിയന്ത്രിക്കാനുമാകുമെന്നാണ് നമ്മുടെ UDF സർക്കാരിൻ്റെ വാദം. എന്നാൽ ഈ പദ്ധതിക്കെതിരെ സ്വകാര്യ ബസ് ഉടമകളും സാമ്പത്തിക വിദഗ്ധരും വിവിധ ആശങ്കകൾ ഉന്നയിക്കുന്നുമുണ്ട്. സൗജന്യ യാത്രാ പദ്ധതിയുടെ ഫലമായി യാത്രക്കാർ KSRTCയിലേക്ക് മാറുന്നതോടെ സ്വകാര്യ ബസ്സുകളുടെ വരുമാനം കുറഞ്ഞുവെന്നാണ് സ്വകാര്യ ബസ് സംഘടനകളുടെ ആരോപണം. ഇതിനു പുറമെ പ്രതിവർഷം 800 കോടിയുടെ അധിക സാമ്പത്തിക ബാധ്യത ഇതിനകം കടബാധ്യത നേരിടുന്ന സംസ്ഥാന ഖജനാവിനും KSRTCക്കും സമ്മർദ്ദം സൃഷ്ടിക്കുമെന്ന വിമർശനവും ഉയരുന്നുണ്ട്. പദ്ധതി ദീർഘകാലാടിസ്ഥാനത്തിൽ സാമ്പത്തികമായി എത്രത്തോളം നിലനിൽക്കുമെന്നതും ചർച്ചാ വിഷയമാണ്. പ്രിയദർശിനി പദ്ധതി സ്ത്രീകളുടെ യാത്രാ സ്വാതന്ത്ര്യവും സാമൂഹിക സുരക്ഷയും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ഒരു ക്ഷേമ പദ്ധതിയാണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ പദ്ധതിയുടെ വിജയവും ദീർഘകാല നിലനിൽപ്പും സർക്കാർ സമയബന്ധിതമായി നഷ്ടപരിഹാരം നൽകുന്നതിലും KSRTCയുടെ സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുന്നതിലും സ്വകാര്യ ബസ് മേഖലയിലെ ആശങ്കകൾ പരിഹരിക്കുന്നതിലുമൊക്കെയാണ് പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത്. അതിനാൽ തന്നെ ഈ പദ്ധതി സാമൂഹികമായി ഗുണകരമാണോ അതോ സാമ്പത്തികമായി ഭാരമാണോ എന്ന ചർച്ച ഇപ്പോഴും തുടരുകയാണ്. അതേസമയം പ്രിയദർശിനി പദ്ധതി സ്വകാര്യ ബസ് മേഖലയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ചൂണ്ടിക്കാട്ടിയ മന്ത്രി സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കുമെന്നതാണ് സർക്കാരിന്റെ നയമെന്നും ഈ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. KSRTCയും സ്വകാര്യ ബസ്സുകളും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകാത്ത തരത്തിൽ പരിഹാരം കണ്ടെത്തുമെന്നാണ് സ്വകാര്യ ബസ് മേഖലയിലെ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ എല്ലാ സമയത്തും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും CP ജോൺ വ്യക്തമാക്കിയിട്ടുള്ളത്. മന്ത്രിയുടെ ഈ പരാമർശങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലും രാഷ്ട്രീയ വേദികളിലുമൊക്കെ വ്യാപകമായ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയായി മാധ്യമങ്ങളും വാർത്ത നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം പ്രിയദർശിനി പോലുള്ള ഒരു സൗജന്യ പദ്ധതി ഗുണകരമാണോ ദോഷകരമാണോ എന്നുള്ള ഒരു അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെയൊരു ഗതാഗത മന്ത്രിയുടെ ഇത്തരത്തിലുള്ളൊരു പരാമർശത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അത് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ കൂടുതൽ വാർത്തകൾക്കായിട്ട് നമ്മുടെ തത്വമയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.